ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ പുതിയൊരു ചീര പരിചയപ്പെടുത്താനാണ്. ഇതിന് ഓസ്ട്രേലിയൻ ചീര എന്ന് പേര് പറയും. ഇത് സാധാരണയായി ചീര കറി വെക്കുന്നത് പോലെ അരിഞ്ഞ് തോരൻ വെക്കാവുന്നതാണ്. ഇലക്കറികൾക്ക് എല്ലാത്തിനും ഒരേ രുചിയായിരിക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ ചീരയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രുചി ഇതിനുണ്ട്. പിന്നെ ഉള്ളത്, ഈ ചീര അധികം ഒന്നും വലിപ്പം വെക്കാറില്ല, ഇത്രേ ആകെ വളരാറുള്ളൂ. ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം, ഇല്ലെങ്കിൽ പിന്നെ തണ്ട് മൂത്തുപൂവിടും, പിന്നെ കൊള്ളത്തില്ല ഈ ചീര. ഇത് നമ്മൾ വെട്ടി എടുക്കും തോറും പുതിയ തളിരുകൾ വന്നുകൊണ്ടേയിരിക്കും. കട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇങ്ങനെയായിരിക്കും ചീരയുടെ അവസ്ഥ. ഇനി നമുക്ക് തോരനുണ്ടാക്കാൻ 2-3 പച്ചമുളക് കൂടി പറിക്കാം. ഈ മുളക് കണ്ടില്ലേ, നല്ല നീളവും വലുപ്പവും വെക്കുന്ന ഒരു മുളകാണിത്. ഇത് സത്യം പറഞ്ഞാൽ പറിക്കാറായിട്ടില്ല, എങ്കിലും 2 പറിക്കുകയാണ്. ഇനി ചീര തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ. ചീര ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കുക. അതിനുശേഷം സവോള, എരിവിനാവശ്യമായ പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് കൈകൊണ്ട് നന്നായി തിരുമ്മിയെടുക്കുക. അത് കഴിഞ്ഞ് ചട്ടി ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ച് ഉള്ളി മൂപ്പിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ തുറന്നു വെച്ചാണ് വേവിക്കുന്നത്. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കും. ചീര ഒന്ന് വേവ് കയറുമ്പോൾ സൈഡിലേക്ക് മാറ്റി ഒരു മുട്ട കൂടി പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് ചിക്കിയെടുക്കുക. അല്പം വെന്ത് കഴിയുമ്പോൾ ചീരയുമായിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചീരയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കൂടി കിട്ടുന്നതാണ്. നല്ല രീതിയിൽ ചീര തോർത്തിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.